നമ്മൾ ലാബെല്ല ഡാൻസ് ആൻഡ് മേഴ്സി എന്ന ജോൺ കീറ്റ്സിൻ്റെ പോയം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ആ പോയത്തിൻ്റെ സമ്മറി ഒന്ന് നോക്കണം. അപ്പോൾ കുറച്ചും കൂടി പോയത്തിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും. John Keats is one of the greatest romantic poets in English literature, second only to Shakespeare. ജോൺ കീറ്റ്സ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഗ്രേറ്റസ്റ്റ് റൊമാൻറ്റിക് പോയറ്റ്സിൽ ഒരാളാണ്, സെക്കൻഡ് ഓൺലി ടു ഷേക്സ്പിയർ. സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഷേക്സ്പിയറിന് തൊട്ടു താഴെയാണ്. ഹിസ് ഫസ്റ്റ് പോയം ഈസ് എൻഡീമിയൻ. അദ്ദേഹത്തിൻ്റെ പബ്ലിഷ് ചെയ്യപ്പെട്ട ആദ്യത്തെ കവിത എൻഡീമിയനാണ്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്, ഈ ഫേമസ് ലൈൻ, എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. സൗന്ദര്യമുള്ളൊരു വസ്തു എല്ലായ്പ്പോഴും സന്തോഷം നൽകുന്നതാണ് എന്ന് പറഞ്ഞു. കീറ്റ്സിൻ്റെ ലൈഫിലും റൊമാൻറ്റിക് പോയിറ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വലിയ സൗന്ദര്യാരാധകനായിരുന്നു. ഇൻ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ, ഓട് രൂപത്തിൽ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കവിതയാണ് ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ. അതിൽ കീറ്റ്സ് സെയ്സ്, ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി, ദാറ്റ്സ് ഓൾ യു നോ ഓൺ എർത്ത് ആൻഡ് ഓൾ യു നീഡ് ടു നോ. ബ്യൂട്ടി ഈസ് ട്രൂത്ത്, സൗന്ദര്യം സത്യമാണ്. ട്രൂത്ത് ബ്യൂട്ടി, സത്യം സൗന്ദര്യമാണ്. ദാറ്റ്സ് ഓൾ യു നോ ഓൺ എർത്ത്, അത് മാത്രമേ നിങ്ങൾക്ക് ഭൂമിയിൽ അറിയൂ. ആൻഡ് ഓൾ യു നീഡ് ടു നോ, അതേ നിങ്ങൾ അറിയേണ്ടതുള്ളൂ എന്ന് അദ്ദേഹം ആ കവിതയിൽ പറയുന്നുണ്ട്. ഇനി നമ്മളുടെ പോയം ലാബെല്ല ഡാൻസ് ആൻഡ് മേഴ്സി ഹാസ് ബീൻ റിട്ടൺ ഇൻ എ ബലാഡ് ഫോം. ബലാഡ് ഫോമിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ്. ദ ടൈറ്റിൽ ഹാസ് ബീൻ ബോറോഡ് ഫ്രം എ മിഡീവൽ ഫ്രഞ്ച് പോയം. ഈ ടൈറ്റിൽ ഒരു മിഡീവൽ ഫ്രഞ്ച് പോയത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. ദ സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ എ മിഡീവൽ ബലാഡ്. കഥയും ഒരു മിഡീവൽ ബലാഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ലൈക്ക് അതർ ബലാഡ്സ്, മറ്റ് ബലാഡുകളെ പോലെ തന്നെ ദിസ് പോയം ടെൽസ് അസ് ഇറ്റ്സ് സ്റ്റോറി ത്രൂ എ ഡയലോഗ്. ഒരു ഡയലോഗിലൂടെയാണ് ഈ കഥ നമ്മളോട് ഈ ബലാഡിലും പറയുന്നത്. ദ തീം ഓഫ് ദ പോയം ഈസ് ലവ് ബിട്രേഡ്. ഈ കവിതയിലെ തീം ബിട്രേ ചെയ്യപ്പെട്ട പ്രണയമാണ്, ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട പ്രണയമാണ്. ഇറ്റ് ഈസ് സെറ്റ് ഇൻ ആൻഷ്യൻ്റ് ഫ്യൂഡൽ സൊസൈറ്റി. ഇതൊരു പുരാതന ഫ്യൂഡൽ സൊസൈറ്റിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ജന്മിമാരും യോദ്ധാക്കളും ഒക്കെയുള്ള ഒരു ഫ്യൂഡൽ സൊസൈറ്റിയിൽ. എ നൈറ്റ് അറ്റ് ആംസ് ഫെൽ ഇൻ ലവ് വിത്ത് എ ലേഡി. ഒരു നൈറ്റ് അറ്റ് ആംസ്, ആയുധധാരിയായ യോദ്ധാവ്. ആ കാലഘട്ടത്തിൽ നൈറ്റുകൾ ഉണ്ടായിരുന്നു. രാജാവോ അല്ലെങ്കിൽ ജന്മിമാരോ ഒക്കെ നിയോഗിക്കുന്ന, ജനങ്ങൾക്ക് സേവനം ചെയ്യാനൊക്കെ ആയിട്ട് നടക്കുന്ന വലിയ നൈറ്റുമാർ, വലിയ ഉന്നത സ്ഥാനമുള്ള ആളുകളാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള നൈറ്റ് അറ്റ് ആംസ് ഫെൽ ഇൻ ലവ് വിത്ത് എ ലേഡി, ഒരു സ്ത്രീയുമായി അദ്ദേഹം പ്രണയത്തിലായി. ബട്ട് ഇൻ ദ എൻഡ് ഓഫ് ദ നൈറ്റ് അറ്റ് ആംസ് ഈസ് ഡിസീവ്ഡ് ബൈ ഹെർ. പക്ഷേ അവസാനം, കവിതയുടെ അവസാനം, അല്ലെങ്കിൽ ആ പ്രണയത്തിൻ്റെ അവസാനം അവൾ ഡിസീവ് ചെയ്തു, അവനെ വഞ്ചിച്ചു. ബട്ട് ഹിസ് ലവ് ഫോർ ഹെർ ഈസ് കോൺസ്റ്റൻറ്റ്. പക്ഷേ അദ്ദേഹത്തിന് അവളോടുള്ള പ്രണയം കോൺസ്റ്റൻ്റ് ആയിരുന്നു. ആൻഡ് ഹി സെർച്ചസ് ഫോർ ഹെർ ഓൺ ദ കോൾഡ് ഹിൽ സൈഡ്. അതുകൊണ്ട് അവൻ അവളെ ആ തണുത്തുറഞ്ഞ കുന്നിൻ ചെരുവിൽ അന്വേഷിച്ച് നടക്കുകയാണ്. ദ പോയം ഈസ് ബയോഗ്രഫിക്കൽ എലമെൻറ്റ്. കവിതയിൽ ആത്മകഥാപരമായ ചില എലമെൻറ്റുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. ദ നൈറ്റ് അറ്റ് ആംസ് ഈസ് കീറ്റ്സ് ഹിംസെൽഫ്. നൈറ്റ് അറ്റ് ആംസ് കീറ്റ്സ് തന്നെയാണെന്നും. ആൻഡ് ഈസ് ലേഡി ലവ് ഫാനി ബ്രൗൺ ഈസ് ലാബെല്ല ഡാൻസ് ആൻഡ് മേഴ്സി. ലാബെല്ല ഡാൻസ് ആൻഡ് മേഴ്സി, ദയാശൂന്യയായ സുന്ദരി, അദ്ദേഹത്തിൻ്റെ ലേഡി ലവായ ഫാനി ബ്രൗൺ ആണെന്നും ചില ക്രിട്ടിക്കുകൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ പഠനമൊക്കെ നടത്തിയിട്ട് അങ്ങനെ ചില സജഷൻസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പല കവിതകളിലും കീറ്റ്സ് ഫാനി ബ്രൗണിനെ നല്ലതാക്കിയിട്ട് പറയുന്ന ഭാഗങ്ങളുണ്ട്. ദെൻ കീറ്റ്സിനെ ട്യൂബർകുലോസിസ് ബാധിച്ചപ്പോൾ കീറ്റ്സിനെ ഉപേക്ഷിച്ച് പോയ ഒരു സ്ത്രീയായിട്ട് അവർ ചിത്രീകരിക്കപ്പെടുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ. ചിലയിടത്തൊക്കെ കീറ്റ്സ് തന്നെ അവരെ ഉപേക്ഷിച്ചതാണ്. കീറ്റ്സിന് അസുഖം ബാധിച്ചപ്പോൾ അവരുടെ ജീവിതമെങ്കിലും സേഫ് ആവട്ടെ എന്നുള്ള നിലയ്ക്ക് കീറ്റ്സ് അവരെ ഉപേക്ഷിക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇങ്ങനെ ചില സൂചനകൾ ഈ പോയവുമായി ബന്ധപ്പെട്ട് ക്രിട്ടിക്കുകൾ പറഞ്ഞിട്ടുണ്ട്.
ഇനി പോയ എങ്ങനെയാണ്? എ ഫെയറർ ആസ്ക് ദ നൈറ്റ് അറ്റ് ആംസ് വൈ ഹീ ഈസ് വാണ്ടറിങ് അലോങ് ദ കോൾഡ് ഹിൽ സൈഡ്. ഒരു വേഫെയറർ നൈറ്റ് അറ്റ് ആംസിനോട്, ആയുധധാരിയായ നൈറ്റിനോട് ചോദിക്കുന്നുണ്ട്, വൈ ഹീ ഈസ് വാണ്ടറിങ് അലോങ് ദ കോൾഡ് ഹിൽ സൈഡ്, ഈ തണുത്തുറഞ്ഞ കുന്നിൻ ചെരുവിൽ അവൻ എന്തുകൊണ്ട് അലഞ്ഞു തിരിയുന്നു. ഡ്യൂറിങ് ദ വിൻ്റർ സീസൺ വിൻ്ററാണ് ഈ സമയത്ത്. ഹീസ് ഓൾ അലോൺ ആൻഡ് പെയിൽ കളേർഡ്, അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വിളറി വെളുത്തിരിക്കുന്നു. ആൻഡ് ദർ ആർ നോ ബേർഡ് സിംഗിങ്, പക്ഷികൾ പാടുന്നില്ല. സീസൺ സ്പ്രിങ്ങും സമ്മറും വിൻ്ററും ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വിൻ്റർ ആയിരിക്കുന്നു. അതുപോലെ തന്നെ നോ സ്ക്യുരലീസ് സീൻ ഇൻ ദ കോൾഡ് ഹിൽ സൈഡ്, അല്ലെങ്കിൽ സ്ക്യുരൽസ് അവരുടെ വിൻ്റർ കാലഘട്ടത്തിലേക്കുള്ള ഭക്ഷണം ശേഖരിക്കാനായിട്ട് സ്ക്യുരൽസിനെയൊക്കെ ഓട്ടം സീസണിൽ അവിടെ കാണാം. ഇപ്പോൾ സ്ക്യുരൽസിനെയും കാണുന്നില്ല. സ്ക്യുരൽസ് ഗ്യാനറി ഈസ് ഫുൾ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ജീവിയും അവിടെ ഇല്ല. ഹാർവെസ്റ്റ് ഈസ് ഓവർ, വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. ഗ്രീൻ ഗ്രാസ് ഡിസപ്പിയേർഡ് ഫ്രം ദ ലേക്ക്, പിന്നെ ഉണ്ടാകുന്ന പച്ചപ്പുല്ലുകൾ നദിയിൽ വളരുന്ന വിതേർഡ് ഫ്രം ദ ലേക്ക് എന്ന് പറഞ്ഞല്ലോ, ഡിസപ്പിയേർഡ് ഫ്രം ദ ലേക്ക്. ഹിസ് ഫേസ് ഈസ് ആസ് പെയിൽ ആസ് എ ലില്ലി ഫ്ലവർ, അവൻ്റെ മുഖം ലില്ലി ഫ്ലവർ പോലെ വിളറിയിരിക്കുന്നു. ഹീ സ്വെറ്റിംഗ്, അവനാകെ വിയർക്കുന്നുണ്ട്. ഹിസ് ചീക്സ് ആർ ലൈക്ക് ഫെയ്ഡിങ് റോസ്, കവിളൊക്കെ ആകെ മങ്ങി ഫെയ്ഡിങ് റോസ് പോലെ ആയിരിക്കുന്നു. ഹീ സ്റ്റാഗറിങ്, അവൻ വേച്ചാണ് നടക്കുന്നത്. ദ നൈറ്റ് അറ്റ് ആംസ് ഈസ് സർട്ടൻലി സഫറിങ് ഫ്രം സീരിയസ് ഇൽനെസ്, എന്ത് തന്നെ ആയാലും നൈറ്റ് അറ്റ് ആംസ് എന്തോ സീരിയസ് ആയ അസുഖം കൊണ്ട് സഫർ ചെയ്യുന്നുണ്ട്. നൈറ്റ് അറ്റ് ആംസ് റിപ്ലൈസ് ദ വേഫെയറർ ദാറ്റ്, നൈറ്റ് അറ്റ് ആംസ് വേഫെയറോട് മറുപടി പറഞ്ഞു. വൺസ് ഹി മെറ്റ് എ ലേഡി ഇൻ ദ മെഡോസ്, അവനൊരിക്കൽ ഒരു പുൽമേടിൽ വെച്ച്, മെഡോയിൽ വെച്ച്, പുൽത്തകിടിയിൽ ഒരു മെറ്റ് എ ലേഡി. ഇറ്റ് വാസ് സ്പ്രിംഗ് സീസൺ ആൻഡ് ഫ്ലവേഴ്സ് ബ്ലോസംഡ് ഇൻ ഹിൽസ് ആൻഡ് വാലീസ്, അത് വസന്തകാലമായിരുന്നു, അതുകൊണ്ട് തന്നെ കുന്നുകളിലും താഴ്വരകളിലും പൂക്കൾ നിറഞ്ഞിരുന്നു. ഷി വാസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് എ ഫെയറീസ് ചൈൽഡ്, അവൾ ഒരു ഫെയറിയുടെ മകളെപ്പോലെ, കുട്ടിയെപ്പോലെ സുന്ദരിയായിരുന്നു. ഷീ ഹാഡ് വൈൽഡ് ഐസ്, അവൾക്ക് വലിയ കണ്ണുകളുണ്ടായിരുന്നു. ഹെയർ വാസ് ലോങ്, അവളുടെ മുടി വളരെ നീണ്ടതായിരുന്നു. ഫൂട്ട് വാസ് ലൈറ്റ്, അവളുടെ കാൽപാദങ്ങൾ വളരെ ചെറുതായിരുന്നു. അതൊക്കെ സൗന്ദര്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്. നൈറ്റ് അറ്റ് ആംസ് മെയ്ഡ് എ ഗാർലൻഡ് ഫോർ ഹെർ ഹെഡ്, നൈറ്റ് അറ്റ് ആംസ് അവളുടെ തലയിലേക്ക് ഒരു പൂ കൊണ്ടുള്ള മാലയുണ്ടാക്കി. ഹി ഓൾസോ മെയ്ഡ് ബ്രേസ്ലെറ്റ്സ്, അവൾക്ക് പൂക്കളെ കൊണ്ട് തന്നെ അവൾക്ക് ബ്രേസ്ലെറ്റ്സ്, കയ്യിലിടാനുള്ള ചെയിനുകൾ ഉണ്ടാക്കി. ആൻഡ് ഫ്ലവർ ബെൽറ്റ് ഫോർ ഹെർ, അവൾക്ക് അരയിൽ കെട്ടാൻ ഒരു ഫ്ലവർ ബെൽറ്റും ഉണ്ടാക്കി കൊടുത്തു. ഷീ സെഡ് ദാറ്റ് ഷീ ട്രൂലി ലവ്ഡ് ഹിം, അവൾ അവനോട് പറഞ്ഞു അവൾ അവനെ സത്യസന്ധമായി പ്രണയിക്കുന്നു എന്ന്. ദ നൈറ്റ് അറ്റ് ആംസ് സെറ്റ് ഹെയർ ഓൺ ഹിസ് സ്റ്റീഡ്, നൈറ്റ് അറ്റ് ആംസ് അവളെ അവൻ്റെ ഒരു സ്റ്റീഡ്, കുതിരപ്പുറത്ത് വെച്ചു. ആൻഡ് ഷീ സാങ് എ ഫെയറി സോങ്, അവളൊരു ഫെയറി സോങ് പാടി. ഷീ ഗേവ് ഹിം സ്വീറ്റ് റൂട്ട്സ്, അവൾ അവന് മധുരമുള്ള വേരുകൾ, കിഴങ്ങുകൾ കഴിക്കാൻ കൊടുത്തു. വൈൽഡ് ഹണി ആൻഡ് മന്നാ ഡ്യൂ, കാട്ടുതേൻ കൊടുത്തു. ആൻഡ് മന്നാ ഡ്യൂ നമ്മളന്ന് ഡിസ്കസ് ചെയ്ത പോലെ സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണമാണ്, അതായത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കൊടുത്തു. ഈവൻ ഹെർ ലാംഗ്വേജ് വാസ് അമേസിംഗ്ലി ബ്യൂട്ടിഫുൾ, അവളുടെ ഭാഷ അവന് മനസ്സിലാവുന്നുണ്ടായില്ല, അത്ഭുതകരമാം വിധം സുന്ദരമായിരുന്നു. ഷീ ടുക്ക് ഹിം ടു ഹെർ മാജിക് കേവ്, അവളുടെ മാജിക് കേവിലേക്ക്, എൽഫിൻ ഗ്രോട്ട് മാജിക് കേവിലേക്ക് അവൾ കൊണ്ടുപോയി. ആൻഡ് ദർ ഷീ വെപ്റ്റ്, അവിടെ വെച്ച് അവൾ കരഞ്ഞു. ഹി ഷട്ട് ഹെർ ബ്യൂട്ടിഫുൾ ഐസ് വിത്ത് കിസ്സസ്, അവൻ അവളുടെ കണ്ണുകൾ ചുംബനങ്ങളെ കൊണ്ട് അടച്ചു. ഫൈനലി ഷീ ലൽഡ് ഹിം ടു സ്ലീപ്പ്, അവസാനം അവൾ അവനെ താരാട്ടുപാടി ഉറക്കി. ഇറ്റ് വാസ് ഇൻ ഹിസ് സ്ലീപ്പ് ദ മാജിക് കേവ് ദ നൈറ്റ് അറ്റ് ആംസ് സോ ഹൊറിബിൾ ഡ്രീം, ഈ മാജിക് കേവിലുള്ള ഈ ഉറക്കത്തിലാണ് നൈറ്റ് അറ്റ് ആംസ് ആ ഭീകരമായ സ്വപ്നം കാണുന്നത്. ഹി സോ പെയിൽ കിങ്സ്, എംബറേഴ്സ് ആൻഡ് ഗ്രേറ്റ് വാരിയേഴ്സ്, അദ്ദേഹം വിളറിയ രാജാക്കന്മാരെ, മഹാരാജാക്കന്മാരെ, ഗ്രേറ്റ് വാരിയേഴ്സിനെയൊക്കെ കണ്ടു. ബട്ട് ദേ ഓൾ വെയർ അട്രാക്റ്റഡ് ആൻഡ് ചീറ്റഡ് ബൈ ദ ലാബല്ലേഡ് ആൻഡ് സാൻസ് മേഴ്സി, പക്ഷെ അവരെല്ലാവരും ആകർഷിക്കപ്പെട്ടവരാണ്, വഞ്ചിക്കപ്പെട്ടവരാണ് ഈ ലാബല്ലാഡ് ആൻഡ് സാൻസ് മേഴ്സിയാൽ. ഇറ്റ് ഈസ് എ ക്രൂവൽ ഹാബിറ്റ് ടു ഫാൾ ഇൻ ലവ് വിത്ത് യങ് മെൻ ആൻഡ് ദെൻ ദേ ആർ ബിട്രേഡ് ഇൻ ലവ്, ഇത് അവളുടെ ഒരു ക്രൂരമായ ഹാബിറ്റാണ്. ടു ഫാൾ ഇൻ ലവ് വിത്ത് യങ് മെൻ,
യുവാക്കളായ ആളുകളുമായി പ്രണയത്തിലാവുക. ദെൻ ദേ ആർ ബിട്രേഡ് ഇൻ ലവ്, പിന്നെ പ്രണയത്തിൽ വഞ്ചിക്കുക. നൗ ദേ ഓൾ ക്രൈഡ് ദാറ്റ് ദ നൈറ്റ് അറ്റ് ആംസ് ഈസ് ഓൾസോ ട്രാപ്ഡ് ആൻഡ് ഡിസീവ്ഡ് ബൈ ദ ലാബെല്ലാഡ് ആൻഡ് സാൻസ് മേഴ്സി. ഇപ്പോൾ അവരെല്ലാവരും കരഞ്ഞു പറഞ്ഞു നൈറ്റ് അറ്റ് ആംസിനോട്, ഹീ ഈസ് ഓൾസോ ട്രാപ്ഡ്, അവനും ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ആൻഡ് ഡിസീവ്ഡ് ബൈ ദ ലാബെല്ലാഡ് ആൻഡ് സാൻസ് മേഴ്സി. ദ നൈറ്റ് അറ്റ് ആംസ് സോ ദയർ സ്റ്റാവ്ഡ് ലിപ്സ് ഇൻ ദ ഹെല്ലിഷ് പ്ലേസ്. ആ സ്വപ്നത്തിൽ അയാൾ ആ ഹെല്ലിഷ് പ്ലേസ്, നരകം പോലെ ഭീകരമായ സ്ഥലത്ത് അവരുടെ സ്റ്റാവ്ഡ് ലിപ്സ് അദ്ദേഹം കണ്ടു. ഗ്യാപ്പ്ഡ് വൈഡ് എന്നൊക്കെ പറഞ്ഞല്ലോ. ദീസ് ഗ്രേറ്റ് മെൻ ത്രൂ അവേ ദെയർ വെൽത്ത് ആൻഡ് പവർ ആൻഡ് എവറിത്തിങ് ഫോർ ഹെർ ലവ്, ബട്ട് ഷീ വാസ് ക്രൂവൽ ടു ദം. ഈ ഗ്രേറ്റ് മെൻ, രാജാക്കന്മാർ ഒക്കെ പറഞ്ഞ അങ്ങനെയുള്ളവർ, അവളോടുള്ള പ്രണയത്തിൻ്റെ പേരിൽ അവരുടെ സമ്പത്തും അധികാരങ്ങളും എല്ലാം അവൾക്ക് വേണ്ടി ത്യജിച്ചു. ത്രൂ അവേ, ഉപേക്ഷിച്ചു. പക്ഷേ അവൾ അവരോട് ക്രൂരമായി പ്രവർത്തിച്ചു. ഇറ്റ് വാസ് എ ഫിയർഫുൾ സൈറ്റ്, വളരെ ഭീകരമായൊരു കാഴ്ചയായിരുന്നു. വെൻ ദ നൈറ്റ് അറ്റ് ആംസ് വോക്ക് അപ്പ്, നൈറ്റ് അറ്റ് ആംസ് എഴുന്നേറ്റപ്പോൾ ഹി ഫൗണ്ട് ഹിംസെൽഫ് ലൈയിങ് അലോൺ ഓൺ ദ കോൾഡ് ഹിൽ സൈഡ്. അങ്ങനെ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കുറേ ഉറങ്ങിപ്പോയി. എഴുന്നേറ്റപ്പോൾ നൈറ്റ് അറ്റ് ആംസ് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം കണ്ടത്, അദ്ദേഹം ഒറ്റയ്ക്ക് ഏകനായി ഒരു തണുത്തുറഞ്ഞ കുന്നിൻ ചെരുവിൽ കിടക്കുന്നതാണ്. ദാറ്റ് ഈസ് വൈ ദ നൈറ്റ് അറ്റ് ആംസ് ഈസ് സ്റ്റിൽ വാണ്ടറിങ് ഓൺ ദ കോൾഡ് ഹിൽ സൈഡ് സെർച്ചിങ് ഫോർ ഹിസ് ലേഡി ലവ്. അതുകൊണ്ടാണ് നൈറ്റ് അറ്റ് ആംസ് തൻ്റെ ലേഡി ലവിനെ അന്വേഷിച്ച് ഈ തണുത്ത കുന്നിൻ ചെരുവിൽ അലഞ്ഞു തിരിയുന്നത്. ഹി നോസ് ദാറ്റ് ഡെത്ത് ഈസ് കമ്മിങ് ടു ഹിം. അവനറിയാം മരണം അങ്ങനെ നടക്കുമ്പോൾ അവനിലേക്ക് മരണം എത്തും ഈ വിൻ്റർ സീസണിൽ അവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞാലെന്ന്. ബട്ട് ഹിസ് ലവ് ഫോർ ഹെർ ഈസ് സ്ട്രോങ്ങർ ദാൻ ഹിസ് ഫിയർ ടു ഡെത്ത്. മരണഭയത്തേക്കാൾ സ്ട്രോങ്ങറാണ് അദ്ദേഹത്തിന് അവളോടുള്ള പ്രണയം. ലൈഫ് ഈസ് ലൈക്ക് എ ഡ്രീം. ജീവിതം ഒരു സ്വപ്നം പോലെയാണ്. യു കനോട്ട് ഡിസ്റ്റിങ്വിഷ് വൺ ഫ്രം ദ അതർ. നിങ്ങൾക്ക് ആ സ്വപ്നത്തിനെ ജീവിതത്തിൽ നിന്ന് ചിലപ്പോൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയില്ല. ദേ ആർ ഓൾസോ ഇൻ്റർമിങ്കിൾഡ് ഇൻ ദ പോയം. ഈ കവിതയിലും അവ ഇൻ്റർമിങ്കിൾ ചെയ്തിട്ടുണ്ട്, പരസ്പരം മിങ്കിൾ ചെയ്യപ്പെട്ട് കിടക്കുന്നു. ദാറ്റ് യു കനോട്ട് സേ വിച്ച് ഈസ് ലൈഫ് ആൻഡ് വിച്ച് ഈസ് ഡ്രീം. നിങ്ങൾക്കും പറയാൻ കഴിയില്ല എന്താണ് സ്വപ്നം, എന്താണ് ലൈഫ് എന്ന്, ഏതാണെന്ന് നിങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയില്ല. എന്താണ് സമ്മറി? നമുക്ക് ഇനി ഈ പോയത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ കൂടി നോക്കാം. The title of the poem La Ballade sans Mercy is in French and it means the beautiful lady without mercy. This is the only ballad written by Keats. ജോൺ കീറ്റ്സ് എഴുതിയിട്ടുള്ള ഒരേ ഒരു ബല്ലാഡാണിത്. though short 48 lines, it is recognized one of the finest romantic and narratives poem. ഇത് 48 വരിയുള്ള വളരെ ചെറിയൊരു പോയമാണെങ്കിലും ഇതിനെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള റൊമാൻറ്റിക് പോയമായിട്ടും നരേറ്റീവ് പോയമായിട്ടൊക്കെ അറിയപ്പെടുന്നു. ഈച്ച് സ്റ്റാൻസ ഹാസ് എ റൈം സ്കീം ABCB. ഇതിൻ്റെ റൈം സ്കീം ABCB ആണ്. The sad and pensive atmosphere is suggested by the short lines. ചെറിയ ചെറിയ വരികളിലാണ് എഴുതിയിട്ടുള്ളത്. അത് ദുഃഖകരമായ അറ്റ്മോസ്ഫിയറിനെ സജസ്റ്റ് ചെയ്യാനാണ്. അതേപോലെ ഏറ്റവും അവസാനത്തെ വരി വളരെ ഷോർട്ടാണ്, ബീയിങ് സ്റ്റിൽ ഷോർട്ടർ. അത് കുറേ കൂടി അതിൻ്റെ തീവ്രത കാണിക്കുന്നുണ്ട്. ദ തീം ഓഫ് ദ പോയം ഈസ് അൺറിക്വിറ്റഡ് ലവ്. കവിതയുടെ തീം അൺറിക്വിറ്റഡ് ലവ് ആണ്, അൺറിട്ടേൺഡ്, തിരിച്ചു കിട്ടാത്തത്. ദ പെയിൻ ആൻഡ് സഫറിങ് ഓഫ് വൺ ഹു ലവ്സ് ബട്ട് നോട്ട് ലവ്ഡ് ഇൻ റിട്ടേൺ. പെയിൻ ആൻഡ് സഫറിങ് ഓഫ് വൺ ഹു ലവ്സ്, പ്രണയിക്കുന്ന ഒരാളുടെ വേദനയും സഫറിങ്ങും അതേപോലെ തന്നെ അയാൾക്ക് തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് ഈ അൺറിക്വിറ്റഡ് ലവ് പറയും. ഇറ്റ് ടെൽസ് അസ് അബൌട്ട് ദ ലവ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് ഫോർ എ ഫെയറി. ഇത് ഒരു ഫെയറിയോടുള്ള ഒരു മനുഷ്യൻ്റെ പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫോർ ദിസ് ബല്ലാഡ് കീറ്റ്സ് ഹാസ് ഡ്രോൺ ഹിസ് ഇൻസ്പിറേഷൻ ഫ്രം ഓൾഡ് ലെജൻഡ്സ് ആൻഡ് ലിറ്ററേച്ചർ. ഈ ബല്ലാഡിന് അദ്ദേഹത്തിന് ഇൻസ്പിറേഷനായത് പഴയകാല ലെജൻഡുകളും സാഹിത്യമൊക്കെയാണ്.
His own experience of unfulfilled love may have given him the idea to express his feelings of frustration in this moving ballad. ഒരു പക്ഷേ കീറ്റ്സിൻ്റെ സ്വന്തം അനുഭവം, അൺഫുൾഫിൽഡ് ലവ്, പൂർത്തീകരിക്കപ്പെടാത്ത, സക്സസ്ഫുൾ ആവാത്ത തൻ്റെ പ്രണയം, ഒരു പക്ഷേ മേ ഹാവ് ഗിവൻ ഹിം ദ ഐഡിയ, ഈ ഐഡിയ നൽകിയിട്ടുണ്ടാവും ടു എക്സ്പ്രസ് ഹിസ് ഫീലിങ്സ് ഓഫ് ഫ്രസ്ട്രേഷൻ ഇൻ ദിസ് മൂവിങ് ബെല്ലാഡ്. ഈ മൂവിങ് ബെല്ലാഡിൽ അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് ഓഫ് ഫ്രസ്ട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ കാരണമായിട്ടുണ്ടാവാം. ദ ഹോണ്ടിങ് അറ്റ്മോസ്ഫിയർ ഓഫ് ദ മിഡീവൽ വേൾഡ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ബൈ ദ പോയറ്റ്. ഒരു മധ്യകാലഘട്ടത്തിലെ ഒരു ഹോണ്ടിങ് അറ്റ്മോസ്ഫിയർ അദ്ദേഹം ഈ പോയത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദർ ഈസ് ദ എൽഫിൻ ഗ്രോട്ട് മാന്ത്രിക ഗുഹ, സോൾ സ്റ്റിറിങ് മ്യൂസിക്, ആത്മാവിനെ പിടിച്ചു കുലുക്കുന്ന മ്യൂസിക്, മാജിക് സ്പെൽ മന്ത്രം, ഹീഡിയസ് നൈറ്റ് മെയേഴ്സ്, ഭയപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങൾ എല്ലാം ഇതിൽ കടന്നു വരുന്നുണ്ട്. ദ പോയറ്റ് ഓർ സ്പീക്കർ ഹാപ്പൻ ടു മീറ്റ് എ യങ് നൈറ്റ് ഇൻ എ സ്ട്രേഞ്ച് പ്ലേസ്. കവി അല്ലെങ്കിൽ കവിതയിലെ സ്പീക്കർ ഒരു യങ് നൈറ്റിനെ വളരെ വിചിത്രമായൊരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാനിടയായി. ഹി ആസ്ക്ഡ് ഹിം വൈ ഹി ലുക്ക്ഡ് സോ ഫ്രൈറ്റൻഡ് ആൻഡ് മിസറബിൾ. അവൻ നൈറ്റിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ലുക്ക്ഡ് ഫ്രൈറ്റൻഡ്, ഭയപ്പെട്ടതുപോലെയും മിസറബിളായും കാണപ്പെടുന്നതെന്ന്. ദ നൈറ്റ് റിപ്ലൈഡ് ദാറ്റ് സം ടൈം അഗോ. നൈറ്റ് മറുപടി കൊടുത്തു, കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഹി ഹാഡ് മെറ്റ് എ ബ്യൂട്ടിഫുൾ ലേഡി വിത്ത് വൈൽഡ് ഐസ് ഇൻ എ ഫാർ ഓഫ് മെഡോ. വളരെ ദൂരെയുള്ള ഒരു മെഡോയിൽ വെച്ച്, പുൽത്തകിടിയിൽ വെച്ച് അദ്ദേഹം വളരെ സുന്ദരമായ വൈൽഡ് ഐസുള്ള അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. ഹി ഫെൽ ഇൻ ലവ് വിത്ത് ഹെർ. അവളുമായി പ്രണയത്തിലായി. ആൻഡ് വിത്ത് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ് മെയ്ഡ് ഹെർ റീത്ത്, ബ്രേസ്ലെറ്റ്സ് ആൻഡ് ബെൽറ്റ്. സുഗന്ധമുള്ള പൂക്കളെ കൊണ്ട് അവൾക്ക് വേണ്ടി തലയിൽ വെക്കാനുള്ള ഒരു റീത്ത് ആൻഡ് ബ്രേസ്ലെറ്റ് ആൻഡ് ബെൽറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. ഷീ സിഗ്നൽഡ് ദാറ്റ് ഷീ ലവ്ഡ് ഹിം. അവൾ അവനെ പ്രണയിക്കുന്നതായിട്ട് സിഗ്നൽ ചെയ്തു. സോ ഹി പ്ലേസ്ഡ് ഹെയർ ഓൺ ഹിസ് ഹോഴ്സ്. അവളെ അവൻ്റെ കുതിരപ്പുറത്ത് കയറ്റി. ആൻഡ് ലെഡ് ഹെർ ടു എ സ്മോൾ കേവ്. അവൾ അവനെയാണ് ഒരു ചെറിയ കേവിലേക്ക്, എൽഫിൻ ഗ്രോട്ടിലേക്ക് ലീഡ് ചെയ്തു. ദർ ഷീ സെർവ്ഡ് ഹിം ഡെലീഷ്യസ് ഫുഡ്. അവിടെ വെച്ച് അവൾ അവന് വളരെ ഡെലീഷ്യസായ, ടേസ്റ്റിയായ ഭക്ഷണങ്ങൾ കൊടുത്തു. ദെൻ ലെൽഡ് ഹിം ടു സ്ലീപ്പ്. അവനെ താരാട്ടുപാടി ഉറക്കി. ഇൻ ഹിസ് ഡ്രീം ഹി ഡ്രംറ്റ് ഓഫ് കിങ്സ്, പ്രിൻസസ് ആൻഡ് വാരിയേഴ്സ്. സ്വപ്നത്തിൽ അദ്ദേഹം ഡ്രംറ്റ് ഓഫ് കിങ്സ്, രാജാക്കന്മാരെ സ്വപ്നം കണ്ടു, രാജകുമാരന്മാരെ സ്വപ്നം കണ്ടു, വാരിയേഴ്സിനെ സ്വപ്നം കണ്ടു. ദേ വാണ്ട് ഹിം ദാറ്റ് ദ ലേഡി വാസ് ക്രൂവൽ. അവരവനെ വാൺ ചെയ്തു, ആ സ്ത്രീ വളരെ ക്രൂരയാണ്. ദാറ്റ് ഹീ ഹാഡ് ബീൻ എൻസ്ലേവ്ഡ് ബൈ ഹെർ. അവളാൽ അടിമയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവരവനെ വാൺ ചെയ്തു. ദ നൈറ്റ് ടെൽസ് ദ പോയറ്റ് ഓർ സ്പീക്കർ ദാറ്റ് വാസ് ദ റീസൺ ഹി വാസ് ലോയിറ്ററിങ് ഓൾ അലോൺ ഇൻ ദ ഇന്ത്യൻസ് കോൾഡ് വെദർ ലുക്കിംഗ് പെയിൽ. അപ്പോൾ നൈറ്റ് പോയറ്റിനോട് പറയുന്നുണ്ട്, സ്പീക്കറോട്, ഇതാണ് കാരണം ഞാനിവിടെ അലഞ്ഞു തിരിയുന്നതിന്, ഒറ്റയ്ക്ക് ഈ തണുത്ത കാലാവസ്ഥയിൽ വിളറി വെളുത്ത് അലഞ്ഞു തിരിയുന്നതിൻ്റെ കാരണം ഇതാണ്. ദർ ഇസ് എ ടച്ച് ഓഫ് മിസ്റ്ററി അബൌട്ട് ഹിസ് പോയം. ഈ പോയത്തിലൊരു മിസ്റ്ററി ഉണ്ട്. ഈ ബലാഡുകളുടെ, റൊമാൻറ്റിക് പോയറ്റിൻ്റെ ഒക്കെ രീതി അതാണ്. പാർട്ട്ലി ദിസ് മിസ്റ്ററി ഈസ് ദ റിസൾട്ട് ഓഫ് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്. ഒരു പരിധിവരെ ഇതിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് കാരണമാണ് ഈ മിസ്റ്ററി ഉണ്ടാകുന്നത്. പാർട്ട്ലി ഇറ്റ് ഫ്ലോസ് ഫ്രം ദ പേഴ്സണാലിറ്റി ഓഫ് ദ ലേഡി. സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് കൂടാതെ ആ ലേഡിയുടെ പേഴ്സണാലിറ്റിയും ഈ മിസ്റ്ററിക്ക് കാരണമാകുന്നുണ്ട്. ഹു ഇസ് ഷീ? അവൾ ആരാണ്? ഈസ് ഷീ ഹ്യൂമൻ? അവൾ മനുഷ്യനാണോ? ഓർ ഈസ് ഷീ സം വൺ ഓഫ് ദ നേച്ചർ? അല്ല, അവൾ അങ്ങനെ വേറെ, ഷീ വൺ ഓഫ് ദ നേച്ചർ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ? അല്ല, വൈ ഷീസ് അട്രാക്ട് പീപ്പിൾ? എന്തുകൊണ്ട്? വൈ ഡസ് ഷീ അട്രാക്ട് പീപ്പിൾ ആൻഡ് ലീവ് ദം സോ മിസറബിൾ? അവൾ എന്തിന് ആളുകളെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അവരെ ദുരിതത്തിൽ തള്ളിവിടുന്നു? ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് വിൽ റിമെയിൻ അൺആൻസേർഡ് ഫോർ എവർ.
ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരം കിട്ടാതെ പോവുകയാണ്. അവൾ സ്ത്രീയാണോ, മനുഷ്യനാണോ, അല്ല ഫെയറി ആണോ, അതോ എന്താണ്, അല്ലെങ്കിൽ അവളിങ്ങനെ പുരുഷന്മാരോട് പ്രതികാരം ചെയ്യാനുള്ള കാരണം എന്താണ്, ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തരുന്നില്ല. അതൊക്കെ ഒരു മിസ്റ്ററിയിൽ അവസാനിക്കുകയാണ്. The romantic quality of the poem is further enhanced by the atmosphere of medieval ages. ഇനി പോയത്തിൻ്റെ റൊമാൻറ്റിക് ക്വാളിറ്റി ഈ മിഡീവൽ ഏജസിലെ ആവുമ്പോൾ കുറേ കൂടി എൻഹാൻസ് ചെയ്യപ്പെടുന്നുണ്ട്. ദിസ് ഇൻസിഡൻറ്റ് ഹാപ്പൻസ് ടു എ നൈറ്റ്. ഇതൊരു നൈറ്റിനാണ് സംഭവിക്കുന്നത്. ദ നൈറ്റ് ഗോസ് അബൌട്ട് ഓൺ എ പേസിങ് സ്റ്റീഡ്. ആ നൈറ്റാണെങ്കിൽ ഒരു പേസിങ് സ്റ്റീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദർ ഈസ് എ മെൻഷൻ ഓഫ് എ പെയിൽ നൈറ്റ്സ്. വിളറിയ നൈറ്റുകളെ കുറിച്ചിട്ടുള്ളൊരു റെഫറൻസ് ഉണ്ട്. രാജാക്കന്മാർ, അതേപോലെ തന്നെ പ്രിൻസസ്, വാരിയേഴ്സ്. ദീസ് ടച്ചസ് ബിൽഡപ്പ് ദ മിഡീവൽ അറ്റ്മോസ്ഫിയർ. ഇതൊക്കെ പോയത്തിൻ്റെ ഒരു മിഡീവൽ അറ്റ്മോസ്ഫിയറിനെ നന്നായി ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. സജസ്റ്റീവ്നെസ് ഈസ് മെയിൻ ബ്യൂട്ടി ഓഫ് ദ പോയം. ഇനി ഈ സജസ്റ്റീവ്നെസ് ആണ് പോയത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. ദ പോയം ഡസ് നോട്ട് സ്റ്റേറ്റ് ഓർ ഇലാബറേറ്റ് എനിത്തിങ്. കവിത ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഒന്നും വിശദമായിട്ട് ഒന്നും പറയുന്നില്ല. ഓൺലി ഹിൻസ്, ചില ഹിൻറ്റുകൾ മാത്രമേ ഉള്ളൂ. ദ സ്ട്രേഞ്ച് ലേഡി ഫോർ എക്സാമ്പിൾ ഈസ് ഡിസ്ക്രൈബ്ഡ് മിയർലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബ്രീഫ് ബട്ട് സ്ട്രൈക്കിംഗ് ഇമേജസ്. ഇതിലെ പ്രധാന കഥാപാത്രം ആ സ്ട്രേഞ്ച് ലേഡിയാണ്. അവളെക്കുറിച്ച് മിയർലി വെറുതെ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ട്? ബ്രീഫ് സ്ട്രൈക്കിംഗ് ഇമേജസ്, വളരെ സ്ട്രൈക്കിംഗ് ആയ ചില ഇമേജുകൾ വെച്ച്. മെഡോയിൽ കണ്ടുമുട്ടി, സുന്ദരിയായിരുന്നു, വലിയ കണ്ണുകളായിരുന്നു, നീണ്ട മുടി ഉണ്ടായിരുന്നു, അവൾ നന്നായി പാട്ടുപാടി, നല്ല ഭക്ഷണം, അങ്ങനെ ചില ഇമേജുകൾ മാത്രം, കൂടുതൽ വിശദീകരണങ്ങളൊന്നുമില്ല. അറ്റ്മോസ്ഫിയർ ഓഫ് സൂപ്പർ നാച്ചുറലിസം ആൻഡ് മിഡീവലിസം ഈസ് ഓൾസോ ക്രിയേറ്റഡ് യൂസിങ് ദീസ് സജഷൻസ്. അതുപോലെ തന്നെ സൂപ്പർ നാച്ചുറലിസവും മിഡീവലിസവും ഒക്കെ ഈ പോയത്തിൽ കടന്നു വരുന്നതും ഇതുപോലെ തന്നെ ചില സജഷൻസിലൂടെയാണ്. ദ പോയം ഓൾസോ പ്രസൻസ് റൊമാൻറ്റിക് ഐഡിയ ഓഫ് ലവ്. പോയത്തിൻ്റെ റൊമാൻറ്റിക് ഐഡിയ കൊണ്ടുവരുന്നുണ്ട്. ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ആസ് ആൻ ഓൾ കൺസ്യൂമിങ് പാഷൻ. അതിനെ, പ്രണയത്തിനെ ഓൾ കൺസ്യൂമിങ് പാഷൻ, മുഴുവനായി കൺസ്യൂം ചെയ്തു പോകുന്ന ഒരു പാഷനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ റിജക്റ്റ് ചെയ്യപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടും അവളുടെ ഒരു മാജിക് സ്പെല്ലിലാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഹീ ലവ്സ് ഹെർ, അവൻ അവളെ പ്രണയിക്കുന്നു. ആൻഡ് ഹീ ഈസ് സെർച്ചിങ് ഹെർ. ഇറ്റ് ഹോൺസ് ദ നൈറ്റ് ആൻഡ് ഓൾസോ ബ്രിങ്സ് ഹിം റൂയിങ്. അപ്പോൾ ഈ പ്രണയം അവനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, പകലും രാത്രിയില്ലാതെ. ആൻഡ് ഓൾസോ ബ്രിങ്സ് ഹിം റൂയിൻ, അവൻ്റെ നാശത്തിലേക്ക് അത് എത്തിക്കും എന്നറിഞ്ഞിട്ടും അവൻ എന്ത് ചെയ്യുന്നു? പ്രണയിക്കുന്നു. ദ പോയം ഈസ് ഹൈലി സക്സസ്ഫുൾ ആസ് ഇറ്റ് അപ്പീൽസ് ടു അവർ സെൻസ് ഓഫ് വണ്ടർ. പോയം വളരെ സക്സസ്ഫുള്ളാണ്. ആസ് ഇറ്റ് അപ്പീൽസ് ടു അവർ സെൻസ് ഓഫ് വണ്ടർ, നമ്മളുടെ സെൻസ് ഓഫ് വണ്ടറിനെ അപ്പീൽ ചെയ്യുന്നതിലൂടെ. കീറ്റ്സ് ഹാസ് യൂസ്ഡ് മെറ്റഫേഴ്സ് ആസ് എ ലിറ്റററി ഡിവൈസ്. കീറ്റ്സ് ഇതിൽ മെറ്റഫേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, മെറ്റഫറാണ് ഉപയോഗിക്കുന്നത് ലിറ്റററി ഡിവൈസായിട്ട്. ബട്ട് അതർ ദാൻ ദിസ് ബലാഡ് ഹാസ് നോ അതർ അഡോൺമെൻറ്റ്സ്. ആകെ മെറ്റഫേഴ്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ കവിതയിൽ മറ്റൊരു അലങ്കാരങ്ങളും, അഡോൺമെൻറ്റ്സ്, കവിതയ്ക്ക് മറ്റൊരു ലിറ്റററി ഡിവൈസും അദ്ദേഹം ഇതിൽ കാര്യമായി ഉപയോഗിക്കുന്നില്ല. മെറ്റഫർ ഓഫ് ദ ലില്ലി ആൻഡ് ദ ഫെയ്ഡിങ് റോസ് സജസ്റ്റ് ദ ഡിപ്ലീഷൻ ഓഫ് ഫിസിക്കൽ സ്ട്രെങ്ത് വിത്ത് ദ റെഡ് കളർ ഓഫ് ദ ഫേസ് ടേണിങ് പെയിൽ. ആ മെറ്റഫർ ഉപയോഗിച്ചിരിക്കുന്നത് ലില്ലി ആയിട്ട് ഫെയ്ഡിങ് റോസൊക്കെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത്തിൻ്റെ ഡിപ്ലീഷനെയാണ് സൂചിപ്പിക്കുന്നത്. റെഡ് കളർ ഫേസ് ടേണിങ് പെയിൽ, ചുവന്ന തുടുത്ത മുഖം വിളറിപ്പോകുന്നു എന്ന ഒരു സൂചനയിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ. നേരത്തെ നമ്മൾ സമ്മറി ഡിസ്കസ് ചെയ്തു. അപ്പോൾ രണ്ടും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി നന്നായിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.